നമ്മൾ ആദ്യം പോകുന്നത് തൃശൂർ വാടാനപ്പള്ളിയിലേക്കാണ്. അവിടെ കിറ്റ് ആരോപണം അതേ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. BJP വിതരണത്തിനായി തയ്യാറാക്കിയ 2000-ഓളം കിറ്റുകൾ കൊണ്ടുപോകുന്നത് TN പ്രതാപന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി. ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന നടനും BJP നേതാവുമായ ദേവനെതിരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കിറ്റ് സൂക്ഷിച്ച ഗോഡൌണിന് മുകളിൽ നിന്ന് ദേവന് പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. നടരാജ് പരശുരാമുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. നടരാജ്, നേരത്തെ തന്നെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ദേവൻ കൈ കാണിക്കുകയും അവിടെ അത് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ മൂന്ന് മുന്നണികളും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴെന്താണ് നിലവിലെ അവിടെയുള്ളൊരു അവസ്ഥ? അല്പസമയം മുമ്പ് നടൻ ദേവൻ ഈ ഗോഡൌണിന് തൊട്ടടുത്തുള്ള വീട്ടിന് മുകളിലെ ബാൽക്കണിയിൽ എത്തുകയും കൈവീശി കാണിക്കുകയും ചെയ്തു. ഇത് NDA പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് ആണ് തിരിച്ചു വിളിച്ചത്. പക്ഷേ UDF പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. നടൻ ദേവനും താഴെയുള്ള പ്രവർത്തകരെ കണ്ട് ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അദ്ദേഹം ഗോഡൌണിൽ എന്തിനു വന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും UDF പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. നടൻ ദേവൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ലായിരുന്നു എന്നാണ് TN പ്രതാപൻ അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. എന്തായാലും കിറ്റ് തയ്യാറാക്കൽ സംബന്ധിച്ച തർക്കവും വിവാദവും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിലുള്ള കാര്യം. ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കേന്ദ്രത്തിൽ നിരവധി കിറ്റുകൾ തയ്യാറാക്കുന്നുണ്ട് എന്ന തരത്തിൽ വിവരം പുറത്തു വന്നതും LDF UDF പ്രവർത്തകർ ഇവിടെ വരികയും ചെയ്തത്. വലിയ കയ്യാങ്കളിയാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തമ്മിൽ ഉണ്ടായത്. ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തകർ ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ കിറ്റുകൾ പിടിച്ചെടുക്കണം, കേസെടുക്കണം, ഗോഡൌൺ പൂട്ടണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ UDF പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. TN പ്രതാപൻ MP അല്പസമയം മുമ്പ് വലിയ രീതിയിൽ ഇവിടെ പ്രതിഷേധിച്ചു. അദ്ദേഹത്തിനൊപ്പം ഒരു കൂട്ടം UDF പ്രവർത്തകരും ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കാനുണ്ടായിരുന്നു. NDA പ്രവർത്തകരും മറ്റൊരു ഭാഗത്ത് സംഘടിച്ചിട്ടുണ്ട്. നടൻ ദേവൻ അകത്തുണ്ടെന്ന് അല്പസമയം മുമ്പ് വരെ ഒരു കരുതിയിരുന്ന കാര്യമാണെങ്കിലും അല്പസമയം മുമ്പ് അദ്ദേഹം പുറത്തു വന്നതോടുകൂടിയാണ് അദ്ദേഹവും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായത്. UDF ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് ദേവന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഇവിടെ 4000-ഓളം കിറ്റുകൾ തയ്യാറാക്കി മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു BJP എന്നാണ് ആരോപണം. BJP പറയുന്നതാവട്ടെ നടൻ ദേവന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയത് കുടുംബ സംഗമം പോലുള്ള പരിപാടികൾക്ക് വോട്ട് തേടിയാണെന്നും ഇത്തരത്തിലുള്ള കിറ്റ് ആരോപണം ശരിയല്ലെന്നും BJPയും പറയുന്നു. എന്തായാലും LDFും UDFും ഇക്കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അല്പസമയം മുമ്പ് വരെ ഈ പ്രദേശത്തുണ്ടായതെങ്കിലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ഗോഡൌണിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധന നടത്തി വരികയാണ്. വലിയൊരു പോലീസ് സേനയെ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. TN പ്രതാപൻ ഈ ഭാഗത്തുണ്ട്. അല്പസമയം മുമ്പ് വരെ LDFിന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഇവിടെ ഉണ്ടായിരുന്നു. BJPയുടെ നേതാക്കളും അണികളും മറുഭാഗത്തുമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ സംഘർഷമാണ് ഇവിടെ നടന്നത്. അല്പസമയം മുമ്പ് ദേവൻ കൂടി പുറത്തു വന്നതോടുകൂടി സംഘർഷത്തിന് വലിയ രീതിയിൽ ഉയർച്ചയുണ്ടായി എന്ന് പറയാം. ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. നടൻ ഇപ്പോഴും പുറത്തു പോകാൻ കഴിയാതെ ഗോഡൌണിന് സമീപത്തെ വീട്ടിൽ തന്നെ തുടരുകയാണ്. നടരാജ്, ഈ വോട്ടിന് കിറ്റാണ് BJP ലക്ഷ്യമിടുന്നത് എങ്കിൽ അത് വലിയ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ? അതോടൊപ്പം തന്നെ അവിടെ നിലവിൽ ഒരു സംഘർഷ സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും ഇനിയും കൂടുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെയുണ്ട്, കിറ്റ് പരിശോധിക്കുന്നുണ്ട്, മൂന്ന് മുന്നണികളുടെയും ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യം കൂടി അവിടെയില്ലേ? തീർച്ചയായും ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ളത് ശരിയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ കണ്ടെത്തൽ നടത്തേണ്ടതും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ഉണ്ടായോ എന്ന് പറയേണ്ടതും. അത് നമുക്ക് പറയാൻ കഴിയില്ല. ആരോപണങ്ങൾ LDFും UDFും ഉന്നയിക്കുന്നുണ്ടെങ്കിലും എന്താണ് അകത്ത് നടന്നിട്ടുള്ളത്, എന്താണ് തെറ്റായി കമ്മീഷൻ കണ്ടെത്തിയത് എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്റെ കണ്ടെത്തലുകൾ പറയണം.